എവിടാ പോന്നെ? നമ്മള് സിനിമ കാണാൻ പോവാണ്. ഏത് സിനിമ? തലവര. ചീക്കു ഇങ്ങനെ നമ്മള് വിജയകരമായി തലവര കാണാൻ പോവാണ്. ചീക്കുവിന് പിണക്കമായിട്ട് ചീക്കുവിനെ കൊണ്ടുപോകുന്നില്ല. ചീക്കു വരുന്നോ? ചീക്കു പടം കാണാൻ വരുന്നോ? പോപ്കോൺ ഒക്കെ ചേച്ചി മാത്രം. അയ്യോ ചേച്ചിന്റെ പിണക്കം മാറി. ചീക്കു പിണക്കം മാറി. ഇത് ഏതാ ഉടുപ്പ്? മഴവില്ലുടുപ്പ്. പച്ചപ്പൊക്കെ കഴിഞ്ഞിങ്ങനെ വരുമോ? പെയിന്റ് അടി ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാൻ പോവാന്ന്. മക്കളെ അമ്മയെ ഓട്ടോ പിടിച്ചോ, ഓട്ടോ പിടിച്ചു വന്നു കേട്ടോ. ചീക്കുവിന് കൂട്ടക്സ് വന്നിട്ട് അടിച്ചുതരാം. ഇപ്പം പഠിച്ച ഉടുപ്പിലോ കൊച്ചിനെ വഴക്കുണ്ടാക്കാൻ വേണ്ടി കൂട്ടക്സ് അടിച്ച ഇറങ്ങിക്കോളൂ ഓരോന്ന്. മക്കൾക്ക് കൂട്ടക്സ് വേണോ? ആണോ? പൊന്നിന് ബുദ്ധിയുണ്ട്. ചീക്കുവിന് ബുദ്ധി ഇല്ലാതെ. ചീക്കും പറ വേണ്ട. പിന്നെ വേണോ ചീക്കു? ഓക്കെ. അപ്പൊ നമ്മള് അങ്ങനെ നമ്മൾ വിജയകരമായി എവിടെത്തി? ഫോറം മാളിന്റെ പാർക്കിങ്ങിലേക്ക് എൻ്റർ ആവുകയാണ് മക്കളെ, എൻ്റർ ആവുകയാണ്. വേറെ പടങ്ങളെല്ലാം ഫുള്ളായതുകൊണ്ട് നമ്മൾ പടം കാണണം എന്നുള്ള മൂഡിലേക്ക് എൻ്റർ ആയതുകൊണ്ട് കണ്ണി കണ്ട പടം അങ്ങ് ബുക്ക് ചെയ്തു. ഏത് പടത്തിനാന്ന് പേര് പറഞ്ഞ് നമ്മൾ ആ പടത്തിനെ നാറ്റിക്കുന്നില്ല. പക്ഷെ മെയിൻ പടങ്ങളുടെ ഒന്നും ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം അത്ര ലോക്കൽ പടം അല്ല, നല്ല പടം ആയിരിക്കും. രാവിലെ അതുപോലെ പറഞ്ഞാൽ കണ്ടിരിക്കണം, എനിക്ക് മാറി വരുന്നേ ഉള്ളൂ. എന്നാലും ഓക്കെ, കണ്ടു നോക്കാം. ഈ മാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? പാർക്കിംഗ് ഫ്രീ ആണ്. അടിപൊളി പാർക്കിംഗ് ആണ്. വെരി വെരി നൈസ് പാർക്കിംഗ്, വെൽ മെയിൻറ്റൈൻ. നമസ്കാരം, നമസ്കാരം. പാർക്കിംഗ് ഡ്രോപ്പ് ഓഫ് നമ്മൾ കഴിഞ്ഞിട്ട് ഇവിടെ ഇല്ല കേട്ടെ. ഇവിടെ സ്ഥലമില്ല ഉണ്ടെന്ന് തോന്നില്ല. പെണ്ണല്ലേ ചേട്ടാ പാർക്ക് ചെയ്തത് ഇവിടെ ആയിരുന്നു. വാലറ്റിൽ കൊണ്ടിട്ടു മക്കളെ, വാലറ്റിൽ കൊണ്ടിട്ടു. നീ പറഞ്ഞതേ ഉള്ളൂ ഇപ്പോഴത്തേക്ക് പൈസ 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 നീ പൈസ. പക്ഷെ കഴിഞ്ഞോട്ട് ഇവിടെ ഇല്ലേ? അല്ല ഇവിടെ ഇല്ലേ നമ്മൾ ഇട്ടിരുന്ന ഓർമ്മ. ഇതിന്റെ തന്നെ അപ്പുറത്തെ സൈഡാണ്. അങ്ങോട്ട് പോവാം. ടിങ്കു ഇത് പറയണ്ടേ നീ ആദ്യമേ? ഞാൻ പറഞ്ഞല്ലേ ഇത് വാലിഡ് പാർക്കിംഗ്. അതിപ്പോ മനസ്സിലായില്ലേ? അതുകൊണ്ട് പുതിയൊരു കാര്യം പഠിക്കാൻ പറ്റിയില്ലേ? നമ്മൾ ഇതിലൂടെ കടന്നില്ല. ശരിയാ, ഇതിലൂടെ കിടക്കണമല്ലോ. ഇതിലൂടെ കടന്നിട്ട് കഴിഞ്ഞോട്ടെ. ഇവിടെ ആരും ഇല്ലേ കേട്ടോ. നമ്മുടെ തെളിഞ്ഞല്ലോ നമ്പർ എല്ലായിടത്തും. എന്റെ അമ്മേ, ഏറ്റവും മണ്ടയിലേ ഉള്ളു പാർക്കിങ്. തൊഴിഞ്ഞ് 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 ഓരോരോ ഫ്ലോർ കയറുകയാണ് മക്കളെ. എല്ലാ ഫ്ലോറും ഫുള്ളെന്നാ കാണിച്ചത്. അപ്പം മണ്ടേ വരെ തൊഴേണ്ടി വരും. 24 എണ്ണേ കാണിച്ചുള്ളൂ അല്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇടാൻ ഇതാണ് ഫ്രീയും കൂടെ ആയതുകൊണ്ട് എനിക്കൊന്ന് വണ്ടിയൊക്കെ രാവിലെ ഇട്ടിട്ടേ ആൾക്കാർ എടുക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആ പോകുന്ന വണ്ടിയാ റേസ് കളിക്കാം. ഡ്രിഫ്റ്റർ ആണെന്ന് തോന്നുന്നു. ഡ്രിഫ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഡ്രിഫ്റ്റിംഗ് കളിക്കാം. ഇടയ്ക്ക് തിട്ടുണ്ട്. തീറ്റ 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 തീറ്റ. ഇതിനാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റർമാർ ഇത് തന്നെ ഒരു 70-80 സ്പീഡിൽ പോകും. നമ്മുടെ വണ്ടിയിലാണ് അതുകൊണ്ടല്ലോ. കുറെ ഫ്രണ്ടിൽ പോയ വണ്ടിയുടെ കുറെ വരുന്ന താറിന്റെ ആണ്. താറിന്റെ ഫ്രണ്ടിൽ പോയ വണ്ടിയുടെ. ഏൽപ്പിച്ചിട്ട് ഫ്രണ്ടിലെത്തിയതുണ്ട്. ഫോർഡിന്റെ വണ്ടിയാ. ആദ്യം അല്ല കയറ്റം നേരെ വരുമ്പോ ഇച്ചിരി അരിപ്പിക്കും. അപ്പോഴത്തേക്ക് വളവ് വരും. ഈ ട്യൂബൊന്നുമല്ല, എല്ലാ ട്യൂബും കഴിയണം. തല ഇറങ്ങുന്നില്ല. മറ്റേ ലൂപ്പിൽ വിട്ട പോലെ ഉണ്ട്. അടുത്തോട്ട് വരുമ്പോ കയറാം. നീ ഓടിച്ചോടി.
ഇതിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അറിയില്ല. P2 ആയതേ ഉള്ളൂ. ഇതിപ്പോഴേ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേത് ഗിയർ താങ്ങി താങ്ങി ഓടി സ്ഥലം ഉണ്ടല്ലോ അവന്മാരെന്താ സ്ഥലം ഉണ്ടെങ്കിൽ എന്താ ഓഫ് ചെയ്യട്ടെ. മാറ്റിയോണ്ട് താറുകാരൻ രക്ഷപ്പെട്ടു. നീ താറുകാരനെ കത്തിച്ച് എവിടെ മഞ്ഞി ഇവിടെ കൂട്ടാ ഒരേ ഒരു സീറ്റ് അവനെ അടച്ചത്. അവന് കയറ്റണ്ട, അഹങ്കാരം വളരെ കൂടുതലാണ്. എവിടെ മഞ്ഞി കൂട്ടാ ആ അവിടെ കിടക്കുന്നത് നമ്മളെ നേരെ നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് ആ വണ്ടി ഇപ്പം എടുത്തിട്ട് പോയത്. അതുകൊണ്ടൊന്നും ഇതുള്ളത് ഇല്ലെങ്കിൽ പാർക്കിംഗ് ഫുള്ളാണെങ്കിൽ നീക്കി വെക്കും. പക്ഷെ ഓപ്പൺ ചെയ്യിച്ചിരുന്നു. ശ്രദ്ധിക്കണ്ടേ? അപ്പം ശ്രദ്ധിച്ചോളാം. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ തുഴഞ്ഞ് ഏറ്റവും മേളിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി തിളച്ചിരിക്കുകയാണ്. നൈസ് പാർക്കിംഗ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആണ് പാർക്കിങ്. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. നമുക്ക് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അത് കൊടുക്കാതിരിക്കുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫിക്കേഷൻ അല്ലേ. ഈ പാർക്കിംഗ് ഫീ, ടോൾ ഫീ അല്ലെങ്കിൽ കൊള്ളയടിയാണ്. ഇതുകൂടി ഇതും കൂടെ ആകുമ്പം നമുക്കൊരു ഇതല്ല. പാവം ചീക്ക് കുറച്ച് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഹെയർ സ്റ്റൈലിസ്റ്റ് ഹെയറൊക്കെ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ഫ്ലോറിൽ നിന്ന് നല്ല രീതിയിൽ, അതായത് ഈസി ആക്സസ് ആണ് മാളിലേക്ക്, ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. നല്ല രീതിയിൽ പാർക്കിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടി ഇവിടെ തന്നെ നമുക്ക് നോർമലുള്ള പോലെ കാർ വാഷുണ്ട്. കാർ വാഷിന് സ്റ്റാഫായി വരുന്നത്. ഇപ്പോൾ നമ്മളുടെ വലിയ കുഴപ്പമില്ലാത്ത നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കാർ വാഷ് നോക്കുന്ന ആൾക്കാർക്കും ഫോറം മാളിലെ പാർക്കിംഗ് തന്നെ ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാം. രാവിലെ ലോങ് ടൈം ഒരു സിനിമയ്ക്കൊക്കെ വരികയാണെങ്കിൽ പാർക്കിംഗ് ഫീഡ് അത്രയും എമൗണ്ടേ വരുള്ളൂ മിക്കവാറും കാർ വാഷസിന്. അത് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ തിളച്ച് മൂവിക്ക് പോവുകയാണ്. മൂവി പോയി മൂവി കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒരു കോമറ്റ് ഉണ്ട് പച്ച. ഈ കോമറ്റിൽ ഗ്രീനാണ് ടോപ്പ് മോഡൽ. ടോപ്പ് മോഡൽ ഗ്രീൻ കളർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഗ്രീൻ കളർ കണ്ടു കഴിഞ്ഞാൽ വിചാരിച്ചോണം അത് ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ അവർ ഈ ഒരു ഷെയ്ഡ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ആ വണ്ടി നമ്മളിങ്ങനെ നോക്കി, നല്ല ആംബിയൻസ് ആണ്. ഇവിടെയാണ് ചിന്നൊരു സർപ്രൈസ്. നമ്മുടെ ഹൃദയപൂർവ്വമുള്ള കാസ്റ്റായ സംഗീത് പ്രതാപും മാളവിക മോഹനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പടത്തിൻ്റെ പ്രോമോയ്ക്കായിട്ട്. അപ്പോൾ അവരെനിക്കൊന്ന് തിയേറ്ററിൽ ജസ്റ്റ് പ്രോമോ ആണ്, പടം കാണാൻ വന്നത്. ഇവിടെ ചിന്നൊരു ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് നമ്മൾ കുറച്ച് നേരത്തെ വന്നായിരുന്നു. അപ്പോൾ കറക്റ്റ് ഒരു ആ ടൈമിൽ ഇവിടെ ഫോറം മാളിൽ PVRൽ എൻട്രി ചെയ്യുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ 30 മിനിറ്റ്സ് മുമ്പേ കയറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ്, നമ്മുടെ മാരിയറ്റ് ബോൺവോയ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു റെസ്റ്റോറൻറ്റും പിന്നെ ഒരു ഹാപ്പി അവേഴ്സ് എഴുതി വെച്ചേക്കും. പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കൊള്ളാം. തെറ്റില്ലാത്ത റേറ്റാണ് ബിവറേജിനൊക്കെ. അപ്പോൾ ഒരു ചിന്ന ബിവറേജൊക്കെ പറഞ്ഞ് നമ്മളതും എക്സ്പ്ലോർ ചെയ്തിരുന്നു. ഇവിടെ ഹാപ്പി അവേഴ്സ് ഉണ്ട് 11 to 6:30 PM. buy one get one ഓഫറുണ്ട്. അപ്പോൾ ഈ റൂട്ട് വരുന്ന ഒരു 6:30 9 വരുവാണെങ്കിൽ ഒരു ബിവറേജ് മേടിക്കുമ്പോൾ ഒന്ന് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടും. നല്ല അടിപൊളി സർവീസാണ്. ഫീൽ ലൈക്ക് എ കിങ് കൺസെപ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇത് 3rd ഫ്ലോറിൽ നമ്മുടെ PVRന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ സെയിം ഫ്ലോറിൽ തന്നെ വരുന്നത്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതും എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.